കുടിക്കട്ടെ. ഞാൻ കുറെ തവണ ഫോണിൽ വിളിച്ചായിരുന്നു. ആരാ? എടാ പിന്നെ ഒന്ന് സഹായിക്കടാ. ആ നീയായിരുന്നാ? എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? പ്രേമൊക്കെ വേണമാണ്. എടാ ഒരു കുഴിമന്തിന്റെ കാര്യത്തിൽ വെറുതെ ഇത്ര ഇമോഷണൽ ആവില്ലേ? ഒന്നല്ല 1000 കുഴിമന്തി നിനക്ക് വാങ്ങിച്ചു തരില്ലേ ഈ ജോർജ്? നിനക്കൊരു കുഴിമന്തിക്ക് വേറെ ഒരു കട ഇട്ടുതരൂടാ. നിന്റെ പ്രകടന പത്രിക അവിടെ ഇരിക്കട്ടെ. അന്ന കാര്യം പെട്ടെന്ന് പറ, ഞാൻ ബിസിയാ. എടാ അത് അടുത്ത ദിവസം റിമേനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എവിടെ വെച്ച് കാണണം? അതിനൊക്കെ സ്ഥലം ഏതാണ്? അവിടെ എന്തൊക്കെ ചോദിക്കും? ഇതൊക്കെ അറിയാലേ ഞാനത് സൗകര്യമില്ല പറയാം. നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ ബിന്ദു ടീച്ചറുടെ അത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ആ CD യുടെ കാര്യം അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് നീ പറഞ്ഞ എവിടെ പോണം, എങ്ങനെയൊക്കെ പോണം, അവൾ എന്തൊക്കെ ചോദിക്കും അതല്ലേ. പിന്നെ ഈ കാര്യത്തിൽ പിന്നോട് അത്ര എക്സ്പീരിയൻസ് എനിക്ക് ഇല്ലാഞ്ഞിട്ട് ചോദിക്കല്ലേ, അല്ലാതെ മനഃപൂർവ്വം അല്ലല്ലോ. ഫസ്റ്റ് ലവ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരറിഞ്ഞിട്ടില്ല, എല്ലാം മനസ്സായിടും. സോ സാഡ്. പക്ഷെ ഇത് ഫസ്റ്റ് ഗേൾഫ്രണ്ട് ആണ്. നീ എന്താണ് ഈ ആലോചിച്ചു കൂട്ടണേ? ജോർജ് ഒന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഡ്രസ്സിൽ നിന്നുള്ള കൺഫ്യൂഷനാണോ? അതൊന്നുമല്ല, ആ പിന്തുണ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവന് വല്ല പണിക്കും പൊക്കൂടെ? എവിടെ ചെന്നാലും ഉണ്ടാവില്ല അവൻ. ആമേ കൂട്ടുകാരും നാട്ടുകാരും കാര്യത്തിൽ മൊത്തം കൈയിട്ടിളക്കും. പിന്നെ അവന്റെ ആ ശരീരം വെച്ചിട്ട് അവൻ എന്ത് ജോലി കിട്ടാനാ? 2 അടി നടന്നിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വിശ്രമം. ആ വലിയ ശരീരത്തിന് ചെറിയ പണി കൊടുക്കണ്ടേ? കൊടുക്കണല്ലോ. ആദ്യം ജോർജിനെ ഒന്ന് മീറ്റ് ചെയ്യട്ടെ. എവിടെയാണ് നിങ്ങൾ ആദ്യത്തെ സംഗമം? എനിക്കറിയില്ല, സ്ഥലവും സമയവും മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ? എന്തിന്? ജോർജിന് കൊടുക്കാൻ. പിന്നെ എന്റെ കയ്യിൽ കാശൊന്നുമില്ല, വേണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വാങ്ങി തരട്ടെ. നിനക്കായിരുന്നല്ലോ ഭയങ്കര ബുദ്ധിമുട്ട്. 1 വീതം 3 നേരം മെസ്സേജ് അയച്ചിട്ടും ജോർജ് റിപ്ലൈ ചെയ്യുന്നില്ല, വിളിച്ച എടുക്കില്ല, അതാണ് ഇതാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ എന്തു പറ്റി? എല്ലാം മാഞ്ഞു പോയാ? അതല്ല, ഗിഫ്റ്റൊക്കെ അവൻ വാങ്ങിക്കോളും. ആദ്യം മുതലിനൊന്ന് മീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനിക്കാലോ നിക്കണോ പോണോ എന്നുള്ളത്. ബസ്സുകൾ വേറെയും വരുമല്ലോ. അപ്പൊ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണല്ലേ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്തായാലും ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടതല്ലേ, ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് കൂടെ കുട്ടിയെ പോരെ. നിന്റെ ഫിലോസഫി ഒക്കെ കൊള്ളാം, പക്ഷെ പിന്നീട് മാറ്റി പറയരുത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാമനോടൊന്നും തോന്നല്ലേ മോളെ. പിന്നെ അവനും വേറെ ബസ്സുകൾ കിട്ടും, മറക്കണ്ട. അന്നേരം കിടന്ന് കാറി പോവാൻ നിൽക്കരുത്. ഓക്കെ സാർ. കൊറേ പാടുപെടും. അതെ, ആദ്യത്തെ മീറ്റിങ്ങിനോട് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. നമ്മളിതൊക്കെ എത്ര കണ്ടേക്കണം. അതെനിക്കറിയാം. അതല്ല, ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നാ മതി. പിന്നെ ഈ 500 രൂപ കാപ്പിക്കടയിൽ നിന്ന് കൊണ്ട് കയറ്റരുത്. ബിക്കോസ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. എല്ലാം 49 ഷെയ്ക്കടയിൽ കൊണ്ട് കയറ്റിയാൽ മതി. ഒന്നുകൂടെ പറയൂ. ഇതെന്താണ് നീ എൻട്രൻസ് എക്സാമിന് പഠിക്കണ? അല്ല, നീ പറയുന്നത് മറന്നുപോയിരിക്കാൻ ഓർത്തെടുക്കും. ഒന്ന് പോയടാ. ഈ പറയണൊക്കെ ഇവിടെ ഉണ്ടായാ മതി. മാഷേ, പിന്നോ ഒരു സംശയം. എല്ലാവർക്കും എന്നെ കണ്ട അപ്പം പിടിച്ച് ബ്രദർ ആക്കാൻ തോന്നി. ഞാൻ ഒരു ബ്രദർ മെറ്റീരിയൽ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതെന്തായിരിക്കും? അവർക്ക് വല്ല അക്ഷരം തെറ്റിയതായിരിക്കും. ബ്രദർ എന്നല്ല, വല്ല ബോഡി ഗാർഡെന്നല്ല എനിക്ക് ഉദ്ദേശിച്ചത്. ആവശ്യമില്ലാണ്ട് കുറെ ഉയരവും കുറെ മസിലും. എന്തോരം മസിലാണത്? കുറച്ച് മുറിച്ചുകളാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയാടാ. എടാ ഇതിനൊക്കെ ട്രെൻഡ് പോയടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേര് കുറച്ച് വയറുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം. അപ്പൊ പിന്നെ ഇതിനെന്താ വിളിക്കുന്നത്? നീ അധികം ഉണ്ടാക്കല്ലേ. എടാ ഞാൻ പറഞ്ഞ ചെറ്റാണ്. പെണങ്ങല്ലേ, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തല്ലേ.
എനിക്ക് ഈ ആവശ്യമില്ലാത്ത സംശയം കുറെ കൂടിയാനുണ്ട്. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. ആദ്യത്തെ മീറ്റിംഗ് ആയതുകൊണ്ടേ അധികം വിളിപ്പിക്കാൻ നിൽക്കണ്ട. ആൻഡ് നോ മോട്ടിവേഷണൽ സ്പീച്ച്. നീ ഒരു നല്ല ലിസണറാന്നുള്ള തോന്നലൊക്കെ അവർക്ക് ഉണ്ടാവണം. പിന്നെ ഈ ഐസ്ക്രീം വെച്ച് വായിൽ വെച്ച് കൊടുക്കുക, ചായയൊക്കെ ചൂടായിട്ട് കൊടുക്കുക, പഴംപൊരിയൊക്കെ തൊണ്ട് പൊളിക്കുക, ഇങ്ങനത്തെ കലാപരിക്കൊന്നും നിൽക്കരുത്. അതിന് സമയമാകുമ്പോൾ ഞാൻ പറയും. പിന്നെ അവൾ ഇട്ടുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ കളർ നോക്കി നിന്റെ ഇഷ്ടപ്പെട്ട കളറാണെന്നങ്ങ് പറഞ്ഞേക്കണം. ആ, എന്ത് പറഞ്ഞാലും അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് കിട്ടേക്ക്. പിന്നെ അവളുടെ ഫേവററ്റ് കളർ, ഡ്രസ്സ്, പ്ലേസ്, മൂവി, ആക്ടർ, ആക്ട്രസ്, നോ അതവർക്ക് ഉണ്ടാവില്ല. ഒരു പൂച്ചയ്ക്ക് വേറൊരു പൂച്ചന് ഇഷ്ടമല്ലല്ലോ. പിന്നെ ഫൈനലി അവളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു 4-4:30 മണി നോക്കി പിടിച്ചാൽ മതി. ഈവനിങ് ആകുമ്പോൾ അതിൻ്റെതായ കുറേ ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ 49 ഷെയ്ക്കിലങ്ങ് കൊടുക്കും. പിന്നെ മുളക് ബജി, ചായ ബജി, ലോട്ട് ഓഫ് ഈവനിങ് സ്നാക്സ്. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇരുട്ടായ അതിൻ്റെ ചിന്ത പോണ കണ്ടില്ലേ? ഇരുട്ടായ അവരെണീറ്റ് വീട്ടിൽ പോക്കോളും. ലെസ് എക്സ്പെൻസീവ്, പോക്കറ്റ് ഫ്രണ്ട്ലി. പിന്നെ ഈ ഉച്ചയ്ക്കാണ് എന്താ കുഴപ്പം? എടാ ഉച്ച ആയി കഴിഞ്ഞാൽ 2 കുഴിമന്തി, ഫ്രഷ് ലൈം, ഐസ്ക്രീം. ആയിട്ട് നിന്റെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോണ കണ്ടി വരും. തുടക്കത്തിൽ തന്നെ ബ്രോക്കാവല്ലേ. വേറെ എന്തൊക്കെയാ? ഇപ്പൊ ഇത്രയും മതി, ബാക്കി പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോറായി. ഡ്യൂട്ടിക്കാ? നീ പണിക്ക് പോണാ? ശരിക്കും? ജീവിതത്തിന് ഒരർത്ഥമൊക്കെ വേണമെന്നൊരു തോന്നൽ തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പണിക്ക് പോകാൻ തീരുമാനിച്ചു. എന്ത് ജോലി? 3 യുവ സംരംഭകർ തുടങ്ങുന്ന സംരംഭകർ. അതാണ്. അവർ തുടങ്ങണ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഹെഡ്. എന്ത് കമ്പനി? ഹോസ്പിറ്റാലിറ്റി ആൻഡ് വെൽനസ്. കേരളത്തിലെ 12 ജില്ലകളുടെ ഹെഡ് ഞാനാണ്. 14. അതിന് 2 ജില്ലകളിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചില്ലല്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം മാത്രമേ വിളിച്ചാൽ മതി. ഞാൻ മിക്കവാറും എന്തെങ്കിലും കോൺഫറൻസ് മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും. ഓഫീസിൽ വന്നാൽ കാണാൻ പറ്റില്ലേ? അതൊന്നും പറ്റൂല. ഓഫീസൊക്കെ തൃശ്ശൂരാണ്. പിന്നെ നീ റിമനെ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ അറിയിക്കും. ഞാൻ പോട്ടെ. എടാ, റിമയുടെ ഫ്രണ്ട്സും കൂടെ പുതിയ ഹോസ്റ്റലിലോട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 3 കിളവന്മാരെ നടത്തുന്ന ഒരു ഹോസ്റ്റലാണ്. ഇവിടെ അടുത്തെവിടെയാണെന്നാ പറഞ്ഞു. എന്തേ? അതെ, നീ ആ പരിസരത്തേക്കൊന്നും പോവാൻ നിൽക്കണ്ട. കേളവന്മാരാണ്, കിളി പോയ ഐറ്റംസ് ആയിരിക്കും. ഒന്നും മിണ്ടി അപ്പൊ പോലീസിന് വിളിക്കും. പിന്നെ കേസായി, കോടതിയായി, ജീവപര്യന്തം. ആകെയുള്ള ആശ്വാസം ജയിലിൽ കിട്ടുന്ന മട്ടൻ കറിയാണ്. സർക്കാർ മാറിയപ്പോൾ അതും തീർന്നു. തമിഴ്നാട്ടില് വിജയ് അതിനെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആവശ്യമില്ലാത്ത വള്ളിയൊന്നും പിടിക്കാൻ നിൽക്കണ്ട. ഹോസ്റ്റലിൽ 500 മീറ്റർ അടുത്തേക്ക് പോകാല്ലോ. എന്തിന് വേണ്ടെന്ന് വല്ല പരിചയക്കാരും കണ്ട നമുക്കും ടെൻഷനായി, അവർക്കും ടെൻഷനായി. നീ പോവാൻ നിൽക്കണ്ട, അവളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കേസ് ക്ലോസ്ഡ്. അപ്പൊ പോണ്ടല്ലേ? വേണ്ടടത്തേണ്ടി.